നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? ഈ അല്ല, പറയൂ അത്. അയാൾ ഞാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ഏത് ചാനലാണ്? കൈരളി TV. മതി അവിടെ ഇരുന്നാ മതി അവിടെ. ചോദിക്കരുത്. എന്താണ് പ്രശ്നം? കൈരളി എന്താണ് പ്രശ്നം? ആശാന് ജനൻ TV മതിയോ? കർമ്മ അതാണെങ്കിലും ഓക്കെ അല്ലേ? ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? ഇന്നലെ ആത്മഹത്യ ചെയ്തത് താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളല്ലേ സാറേ? എന്തിനാ ആത്മഹത്യ ചെയ്തത്? പറയൂ സാറേ, പറയൂ. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും അദ്ദേഹം പറയുന്നത് എന്താണ്? ശ്രീ അനിൽ തിരുമല എന്ന BJPയുടെ നേതാവ് പറയുന്നത് എന്താണ്? ഞാൻ മരിക്കുവാൻ കാരണം BJPയിലെ കള്ളപ്പലിശകളാണ്. അവർക്ക് ഞാൻ വൻതോതിൽ വായ്പ എടുത്തു കൊടുത്തു, അവരതൊന്നും തിരിച്ചടച്ചില്ല. വായ്പയുടെ കടമ്പ എന്നെ ശ്വാസം മുട്ടിക്കുന്നു. വായ്പയെടുത്ത സഹകരണ ബാങ്ക് എന്നോട് വായ്പ തിരിച്ചടക്കാൻ പറയുന്നു. എനിക്ക് നിവർത്തിയില്ല. ഞാൻ ഇക്കാര്യം എൻ്റെ അനുയായികളോട് പറഞ്ഞു നോക്കി, അവർ ഒന്നും ആ വായ്പ തിരിച്ചടക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? പറയൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ. പറയൂ ചാറേ, പറയൂ. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ഇല്ല ശുദ്ധ നുണയാണ്. നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്. ഒരു നാണമില്ലാത്തൊരു ചാനലാ. അല്ല, മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നാണല്ലേ നിങ്ങൾക്ക്? എന്തിനാ സാറേ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നത്? ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ പറ്റൂ. വെറുതെ BP അടിച്ചിട്ട് ഒരു കാര്യമില്ല. BJPയുടെ നേതാവ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് എന്തിന്? അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ പാർട്ടിക്കാരൻ ഞാൻ സഹായിച്ചു, അവർക്ക് വേണ്ടി സഹകരണ ബാങ്കിൽ നിന്നും ഞാൻ പണം കടമെടുത്ത് അവരെ സഹായിച്ചു, അവരൊന്നും തിരിച്ചടച്ചില്ല. അതുകൊണ്ട് എൻ്റെ ജീവൻ എനിക്കിവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. ഇതിനെപ്പറ്റി താങ്കൾ എന്ത് പറയുന്നു? ജനങ്ങൾക്കറിയുവാൻ ആകാംക്ഷയുണ്ട്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഈ സത്യം അറിയണം. എന്തുകൊണ്ട് തിരുമല അനിൽ സാർ ആത്മഹത്യ ചെയ്തു? കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ ചോദ്യചിഹ്നങ്ങൾ 1000 ക്രൂരമ്പുകളായി നിങ്ങളുടെ മാറിൽ തറക്കും. നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവൂ.